ഹലോ 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 അതെ വൺ മാൻ ഷോ ഇപ്പോഴല്ല, വൺ മാൻ ഷോയുടെ ടൈം ഇപ്പോഴല്ല. ഒരു ഡയറക്ടർ പറയാം അപ്പം തുടങ്ങിയാൽ മതി, ഇപ്പം അല്ല. ഞാൻ വൺ മാൻ ഷോയ്ക്ക് വന്നതല്ല. പിന്നെന്തിനു വന്ന്? ഒരു രഹസ്യം പറഞ്ഞോട്ടെ. ആ പറഞ്ഞോ, എന്താണ്? ഇവിടെ നിൽക്കി, ഉല്ലാസിന്റെ അടുത്ത് പറയാനാ. ആരാ മനസ്സിലായില്ലോ? അശ്വതിയുടെ അശ്വതിയുടെ വിസിലാണ്. അശ്വതിയുടെ അശ്വതി ശൂളം അടിച്ചെന്നു. പിന്നെന്താണ്? അശ്വതിയുടെ ലൈന കാമുകൻ. അനാവശ്യം പറയരുത് കേട്ടോ. മര്യാദയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് എന്താണ് തോന്നിവാസം പറയുന്നത്? ഞങ്ങൾ 6 മാസമായിട്ട് ലൈനാ. പോവിടുന്നു. 6 മാസമായിട്ട് ലൈനോ? ആ. ഇയാടെ പേരെന്താണ്? മാമൻ. ഇയാടെ തൊഴിലല്ല ചോദിച്ചത്, പേരെന്താന്നാ ചോദിച്ചത്. മാമൻ. എന്തിനു പേരടാ മാമൻ? മാമൻ എന്നൊക്കെ. മാമൻ. യെസ്. നിന്റെ അച്ഛന്റെ പേരാ? അച്ഛന്റെ പേര് ചിറ്റപ്പൻ. അച്ഛന്റെ പേര് ചിറ്റപ്പനാ? അപ്പൊ അമ്മയുടെ പേരാ? അമ്മയുടെ പേര് കുഞ്ഞമ്മ. അമ്മ. ഇതൊന്നും പേരുകളല്ലേടേ ഇതൊന്നും. ഇപ്പൊ എന്താ സംഭവം എന്താണ്? ആ അശ്വതി വിളിച്ചിറക്കിക്കൊണ്ടുപോകാൻ വന്നേ. ആര്? ഞാൻ. ഞങ്ങൾ 5-6 മാസമായിട്ട് ലൈനാണ്. നീ ഇവിടെ കിടന്ന് പിന്നെ ഒരു മിമിക്രി കാണിച്ചല്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അശ്വതി എൻ്റെ അടുത്ത് പറഞ്ഞ് ഏതെങ്കിലും ഒരു കിളിയുടെ ശബ്ദം ഒന്ന് ഉച്ചരിച്ചാൽ, ഇതിലൊരു കിളിയുടെ സൗണ്ട് വെച്ചാൽ ഇങ്ങനെ ഇറങ്ങി വന്നോളാന്ന് പറഞ്ഞു. ഏതെങ്കിലും കിളിയുടെ സൗണ്ട് വെച്ചാ അശ്വതി ഇറങ്ങി വരുവാന്ന്. ഏത് കിളിയാണെന്ന് പറയാൻ മറന്നു. ഞാൻ കിളി പോയിട്ട് ഇങ്ങനെ നിൽക്കുവാ. മാമൻ. ഓ, ഉല്ലാസേട്ടന്റെ മാമനാണ്. ഇത്രയും ചെറിയ മാമനുണ്ട് ഉല്ലാസേട്ടന്? എന്റെ മാമനല്ല, പിന്നെ അയാളുടെ പേരാ മാമൻ എന്ന് പറഞ്ഞത്. ആണോ? എന്താ ഇവിടെ? ഇവിടെ ഇപ്പൊ നിങ്ങള് പിന്നെ അശ്വതി എപ്പോഴും ചാറ്റ് ചെയ്യുന്നോ, നിങ്ങളമ്മ പ്രേമമാണെന്നോ, ഇന്ന് ഒളിച്ചോടാൻ പോകുന്നോ ഒക്കെ പറയുന്നു. എന്താ എന്താ ലൈനാണോ ഇറങ്ങി പോകാൻ ഇന്ന് തീരുമാനിച്ചെന്നൊക്കെ പറയുന്നേ. ഇയാളോ? ആ, അയാള് പറയുന്നേ. ചാർജ് ചെയ്യാറുള്ള മാമൻ. എന്ത് ചാർജ് ചെയ്യാറുള്ള? ഫോൺ ചാർജ് ചെയ്യാറില്ലേ? താൻ തന്നെ ഫോൺ ചാർജ് ചെയ്യണേ ഞാൻ എന്ത് വേണം? ഓ, അവരിക്കണോണ്ടായിരിക്കും. പോവാ അങ്ങോട്ട്. താൻ ആരുവാടോ? തനിക്ക് എന്താ പ്രശ്നം? വെറുതെ സ്റ്റേജിൽ കയറി തോന്നിയാസം പറയാണോ? നിങ്ങളുടെ തമ്മിൽ പ്രേമത്തിലാണെന്നാണ് പുള്ളി പറഞ്ഞത് ഇവിടെ വന്ന്. ഇയാൾക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്. ആ, എനിക്ക് തോന്നുന്നു. എന്താ അശ്വതി? എന്താടോ? പോവാൻ ബാ. അല്ലെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നെൽസേട്ടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കഴിവും സൗന്ദര്യവും ബുദ്ധിശക്തിയൊക്കെ ഉള്ള എന്നെ പോലൊരു പെണ്ണിന് ഇയാളെ പോലെ നാളെ പ്രേമിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? മതി അശ്വതി, മതി മതി മതി. ദേഷ്യപ്പെട്ടത് മതി എന്നാണോ? ദേഷ്യപ്പെട്ടതല്ല, സ്വന്തമായിട്ട് പുകഴ്ത്തിയത് മതി എന്ന് പറഞ്ഞു. ഇയാളെ എനിക്ക് അറിയില്ല, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഡെയിലി ഞങ്ങൾ 5-6 മാസമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എവിടെയാടോ ചാറ്റ് ചെയ്ത് കാണിക്ക്? ചാറ്റ് ചെയ്ത് കാണിക്ക്. അശ്വതി, അറിയാലോ നമ്മൾ 5-6 മാസമായിട്ട് പ്രേമമാണ്. പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ല. കണ്ണും മൂക്കും മാത്രമല്ല, എന്റെ ഭർത്താവ് പറഞ്ഞാൽ നിങ്ങൾക്ക് കയ്യും കാലും ഒന്നും കാണുകയില്ല. കല്യാണം കഴിച്ചൊരു കുട്ടിയോട് അവ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന, മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു ഭർത്താവ് ഉണ്ടെന്നുള്ളത് നീ മറച്ചു വെച്ചു അല്ലേ? നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ എന്റെ കല്യാണം കഴിഞ്ഞതെന്ന്. നിനക്ക് വേണ്ടി ഞാൻ എന്റെ ബാധ്യതകൾ മൊത്തം ഞാൻ ഒഴിച്ചു. എന്ത് ബാധ്യത? എന്റെ ഭാര്യയെ ഞാൻ വേറെ കെട്ടിച്ചു കിട്ടി. എന്നിട്ട് എന്റെ വരില്ലാന്ന് വെച്ചാ ഈ പ്രേമം എവിടുന്നാണ് തുടങ്ങിയതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതാ ചെയ്യുന്നത്. അല്ലാതെ ഇതെങ്ങനെയാണ്? ഫേസ്ബുക്കിൽ നിന്ന് ചാറ്റ് ചെയ്യുന്നത്. വിട്ടേരടാ, എന്തിനാ? ഫോൺ നമുക്ക് എവിടെ നോക്കാലോ. പ്രൊഫൈൽ പിക്ചർ നോക്കേ. എന്റെ ഫോട്ടോ വെച്ച് വേറെ ആരെങ്കിലും ആയിരിക്കും. ഇത് എല്ലാ അശ്വതിയാണ്. നമ്മുടെ അശ്വതിക്ക് എല്ലില്ല. അയ്യോ, ഇതിനെ പിന്നെ ഊതി വീർപ്പിച്ചിരിക്കുകയാണോ? അല്ലെന്ന്. പിന്നെ അത് അശ്വതിയുടെ അശ്വതി ശ്രീകാന്ത് എന്നാണ്. അശ്വതി അല്ലല്ല, അത് എന്റെ പ്രൊഫൈൽ പിക്ചർ വെച്ച് വേറെ ആരോ പറ്റിച്ചതാ നിങ്ങളെ. ഒരു കാര്യം ചെയ്യാം, വാട്സാപ്പ് ഉണ്ടല്ലോ. വാട്സാപ്പിൽ ഞങ്ങൾ ചാറ്റ് ചെയ്യുന്നത്. നമ്പർ എടുക്ക്, നമ്പർ എടുക്ക്. അല്ല, അത് വേണ്ട, അത് വേണ്ട.
എന്തിനാണ് ചുമ്മാ നാറ്റ കേസ്? അതുകൊണ്ട വിളിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിളിച്ചു നോക്കാം. വേണ്ടെന്ന് അല്ല, ഇതുപോലുള്ള വേഷം കെട്ടിട്ട ആൾക്കാർ അതെ അതെ വിളിച്ചു നോക്കണം വിളിച്ചു നോക്കണം. താൻ ആ നമ്പറിൽ വിളിക്ക്. ആ നമ്പർ തന്നെ. അശ്വതി, നിങ്ങൾക്കൊക്കെ എന്റെ നമ്പർ അറിയാലോ. അശ്വതി നീ പറഞ്ഞിട്ടുള്ളത് ആ വാട്സപ്പിലൊന്നും എന്നെ വിളിക്കരുതെന്ന്. മാമ എന്തോ നാറ്റ കേസ് ഇതൊക്കെ അല്ല ഇപ്പൊ ഞാൻ തന്നെയല്ലേ പറയുന്നത് വിളിക്കാൻ. താൻ വിളിക്കടോ ആ നമ്പറിൽ വിളിക്ക്. മാമ അങ്കിൾ മാതുല ഫോൺ എടുത്ത് കൈ വെച്ചോ. എടുക്ക് ഫോൺ എടുക്ക്, ഞാൻ വിളിക്കാം. ഇയാൾക്ക് എന്തുവാണ്? ഇയാളൊന്ന് വിളിച്ചാടെ, സ്പീക്കർ ഇട്ടൊന്ന് വിളിച്ചാടെ. വിളിക്ക് ആ നമ്പറിലൊന്ന് വിളിച്ചേ, വാട്സാപ്പ് കോളിൽ വിളിച്ചേ. എന്തിന് ഫോൺ എടുത്ത് കയ്യിൽ വെക്ക്. ഫോണൊക്കെ എവിടെയുണ്ട്? വിലടിക്കാൻ ഇയാൾക്ക് എന്താണ്? ഇയാൾക്ക് ഞാൻ വിളിച്ചോട്ടെ. നിനക്ക് അടിയിൽ നിന്ന് വീണ്ട പോ, നീ പോ, ഇറങ്ങി പോ. തെളിയിച്ചിട്ട് പോയാൽ മതി. അത്രേ ഉള്ളൂ, വിളിച്ചിട്ടേ പോകുള്ളൂ. നിനക്കെന്താ ആ കൊച്ചിന് നാണക്കേടാ ഇതൊക്കെ? എന്റെ ഫോൺ അടിക്കും. അയ്യേ നെൽസൺ ചേട്ടന്റെ ഫോണല്ലേ ഇത്? നീ ആരുടെ ഈ പരിപാടി കാണിച്ചു? ഇതെന്താ നീ ഇങ്ങനെ കാണിച്ചു? അളിയ അതെ, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇതിനായിട്ടിരിക്കുമ്പം നമ്മൾ എന്തിനറിയാൻ വെറുതെ കാശ് കൊടുത്ത് ചാർജ് ചെയ്യിക്കുന്നത്? ഇവനെപ്പോലുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ? മനസ്സിലായോ? ചാറ്റ് ചെയ്ത് എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ? ഒരു കാര്യം ചെയ്യ്, കെട്ടിച്ചു വിട്ട ഭാര്യ തിരിച്ചു കിട്ടുമെന്ന് അന്വേഷിക്കും. അതിന് ആ വാട്സാപ്പ് നമ്പർ ഞാൻ നോക്കട്ടെ.